അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ HSA ഡ്രോയിങ് എത്ര പേരാണ് നിങ്ങളോടൊപ്പം പരീക്ഷ എഴുതാൻ പോകുന്നത്? ഓരോ ജില്ലയിലും എത്ര പേരാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്, എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ടോ, എത്രത്തോളം മാർക്ക് വാങ്ങിയാലാണ് റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റുന്നത്, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നിങ്ങളോടൊപ്പം എത്ര പേര് എക്സാം എഴുതുന്നുണ്ട്, അതുപോലെ തന്നെ എക്സാം ഏത് രൂപത്തിലാണ്, ഏത് മോഡിലാണ് എക്സാം വരുന്നത്, ടൈം എന്താണ്, ഇതൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം കേട്ടോ. കാരണം നമ്മുടെ ഈ പരീക്ഷ എഴുതാൻ പോകുന്നവരുടെ എണ്ണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പഠിക്കണം, എത്രത്തോളം മുമ്പിൽ എത്താൻ നിങ്ങൾക്ക് പറ്റും എന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. സോ നമുക്ക് ഓരോ ജില്ലയിലും എത്ര ആളുകളാണ് ഈ വരുന്ന HSA എക്സാം എഴുതുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കറിയാം, ആദ്യത്തേത് കാറ്റഗറി നമ്മൾ നോക്കുമ്പോ 204/25 എന്നുള്ളത് 2025 വിളിച്ചിട്ടുള്ളതാണ്. ഒരു 4 ജില്ല ഒരുമിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ജില്ല ഒരുമിച്ച് വിളിക്കുമ്പോൾ ആപ്ലിക്കൻസ് കുറയും. ഒരു ജില്ലയാണെങ്കിൽ ആപ്ലിക്കൻസ് എല്ലാവരും വന്നിട്ട് എഴുതുന്നത് അവിടെ ആയിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണ്. HSA ഡ്രോയിങ് ഗവൺമെന്റ് സർവീസിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, നോട്ട് ദ പോയിന്റ്, കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു ഗവൺമെന്റ് സർവീസിൽ ജോലി നേടിയെടുക്കാൻ സാധിക്കും, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങൾക്കറിയാം ഏറ്റവും മുകളിൽ വരുന്ന റാങ്കിൽ വരുന്ന ആളുകൾക്കാണ് ജോലി സാധ്യത കൂടുതലുള്ളത്. എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. അപ്പൊ ഇവിടെ നോക്കേ, 204/2025 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനില് അവിടെ തിരുവനന്തപുരം ജില്ല, അത് കൺഫർമേഷന് മുമ്പ് 87 ആപ്ലിക്കൻസ് ആണ് ഉണ്ടായത്. ഇപ്പോ 73 പേരാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പരീക്ഷ എഴുതുന്നത് അല്ലെ. ഇപ്പൊ 73 പേര് എന്ന് പറയുന്നത് മറ്റുള്ള സബ്ജക്റ്റെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ഒരു നമ്പറാണ്. അപ്പോ അവർ ഈ 73 ആളിൽ മുകളിൽ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നിങ്ങൾ എത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി സാധ്യത എന്ത് ചെയ്യും, കൂടുന്നതായിരിക്കും കേട്ടോ. അപ്പോ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതിന് ശേഷം നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇനി ആലപ്പുഴ ജില്ല 204/25 വരുന്നത്, അത് 54 എന്ത് ചെയ്തിട്ടുള്ളത്, അപ്ലൈ ചെയ്തിട്ടുള്ളത്. പക്ഷെ കൺഫർമേഷന് ശേഷം വന്നിട്ടുള്ളത് എത്രയാണ്, 43 ആളുകളാണ് കേട്ടോ. 43 ആളുകളാണ് കൺഫർമേഷന് ശേഷം എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അപേക്ഷിച്ചിട്ടുള്ളവർ 54 ആളുകളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കുറവ് ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആലപ്പുഴ ജില്ലയിൽ വന്നിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിൽ എഴുതുന്നത്. അപ്പൊ 43 പേര് അല്ലെ. അതിന്റെ മുമ്പ് എത്തിപ്പെടാൻ നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ പോരെ. ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുമ്പിൽ എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. വീണ്ടും തൃശ്ശൂർ ജില്ലയിൽ കേട്ടോ, തൃശ്ശൂർ ജില്ലയിലെ 204/2025 190 പേര് അവിടെ അപേക്ഷ കൊടുത്തിരുന്നു. പക്ഷെ കൺഫർമേഷന് ശേഷം വന്നിട്ടുള്ള എണ്ണം 162 ആണ്. അത് ഇത്തിരി കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ എന്താണ്, കുറച്ച് കൂടുതലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തൊരു ജില്ല കാസർഗോഡാണ്. 129 പേര് അപ്ലൈ ചെയ്തു. കൺഫർമേഷന് ശേഷം 116 ആളുകളാണ് എന്ത് ചെയ്യുന്നത്, അവിടെ എക്സാം എഴുതുന്നത്. ഓക്കെ, ഇനി അടുത്തത് 559 വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ള കണ്ണൂർ ജില്ല. വേറൊരു കാറ്റഗറി നമ്പറാണ്. ഒരു ജില്ല മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. 390 ആളുകളാണ് എന്തിട്ടുള്ളത്, ടോട്ടൽ ആപ്ലിക്കൻസ് വന്നിട്ടുള്ളത്. പക്ഷെ 355 കൺഫർമേഷൻ ശേഷം വരും. ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ, ഇത് പല കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ, അപ്പോൾ ഒരെണ്ണം മാത്രമേ കൺഫർമേഷൻ കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ എങ്ങനെ എക്സാം എഴുതും? ഇപ്പൊ തിരുവനന്തപുരത്ത് എഴുതുന്ന ആള് തിരുവനന്തപുരം കഴിഞ്ഞിട്ട് പിന്നെ കണ്ണൂർ പോയിട്ട് എക്സാം എഴുതണോ എന്നൊക്കെ ഉള്ള ഡൗട്ടുകൾ വരാറുണ്ട്. അങ്ങനെയല്ല, ഇത് ഒറ്റ എക്സാം ആയിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ എവിടെയാണോ സെന്റർ കൊടുത്തിട്ടുള്ളത് ആ സെന്ററിൽ ഒരു എക്സാം ആയിക്കൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, നടത്തപ്പെടുന്നത്. അവിടെ വ്യത്യസ്ത കാറ്റഗറികളാണെന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെ എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ വ്യത്യസ്ത കാറ്റഗറികൾ, വ്യത്യസ്ത ജില്ലകളിലായിട്ടുള്ള എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റുകൾ വരുന്നതാണ് കേട്ടോ. അപ്പൊ കോമൺ ടെസ്റ്റ് ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പലവർക്കുള്ള ഡൗട്ട്, ഇനി ഇത്രയും ദിവസമല്ലേ, ഇനി പഠിച്ചിട്ടൊക്കെ കാര്യമുണ്ടോ എന്നുള്ളതാണ്. വെറും എന്താണ്, നിങ്ങളെ നിരാശപ്പെടുത്താനുള്ള ഒരു തോന്നൽ മാത്രമാണ്. തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണ ആ വേർഡ്, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉയർന്ന റാങ്കിൽ എത്താൻ പറ്റുന്നതാണ്. നമ്മുടെ അക്ലോറയിൽ 50 ദിവസത്തെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഫോളോ ചെയ്യണം, ഡ്രോയിങ്ങിന്റെയും
കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി വേണമെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബാച്ചിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് ശ്രമിക്കണം. പരിശ്രമിക്കാതെ ഒന്നും കിട്ടില്ല. ചുമ്മാ ഇത്രയും ദിവസമുള്ളൂ ഒന്നും എന്തെങ്കിലുമൊക്കെ പഠിച്ച് പോയിട്ട് എഴുതാം എന്നുള്ളതിൽ കാര്യമില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടാവും. ഇവിടെ വീണ്ടും ഏറ്റവും ആദ്യം എത്തുന്ന ആളുകൾക്കാണ് ജോലി കൂടുതലുള്ളത്. അതുകൊണ്ട് ആ ഏറ്റവും ആദ്യം എത്താൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ പരിശ്രമിക്കാം. ഓക്കെ. പിന്നെ ഒരു NCA നോട്ടിഫിക്കേഷൻ 589/2025 വന്നിട്ടുള്ളത് SCSU നടാറിന് വന്നിട്ടുള്ളത് വയനാടാണ്. 3 ആപ്ലിക്കൻസ് ആണ് വന്നിട്ടുള്ളത്. അത് കമ്മ്യൂണിറ്റിക്ക് മാത്രം എഴുതാവുന്ന, ഇതും കോമൺ ആയിട്ട് എക്സാം ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എന്താണ്, ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തുടക്കത്തിലെ റാങ്കിൽ വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ. 70, 43, 162, 116 എന്നൊക്കെ പറയുന്നത് അത്ര വലിയ നമ്പർ ഒന്നുമല്ല. പിന്നെയും കുറച്ച് കൂടുതലായിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കണം. അത് ഡ്രോയിങ് മാത്രം, രണ്ടും. ചില കുട്ടികൾ GK അങ്ങോട്ട് മാറ്റി വെക്കും. ഇതൊരു കോമ്പറ്റീഷൻ എക്സാമാണ്, കേട്ടിട്ട് പോലെയല്ല. അപ്പോൾ അതും നമുക്ക് ആവശ്യമാണ്. അവിടെ നിന്നും 1 മാർക്കോ 2 മാർക്കോ നേടുന്നത് നമ്മുടെ റാങ്ക് ഉയർത്താൻ നമ്മൾ എന്ത് ചെയ്യും, സഹായിക്കും. രണ്ട് നിങ്ങൾ ഒരേപോലെ കൊണ്ടുപോവുക. ആ PSC തന്നിട്ടുള്ള സിലബസ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം. ഇതാണ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ചെയ്യേണ്ടത്. ഇനി നോക്കിയേ, ഇനി നിങ്ങൾ റിമൈൻഡ് ചെയ്യേണ്ടത്, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. ഒന്ന്, നമ്മുടെ എക്സാം വരുന്നത് HSC ഡ്രോയിങ്ങിന്റെ എക്സാം കോമൺ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. 22-ാം തീയതി, ഏപ്രിൽ 22-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഇത് ഓൺലൈൻ എക്സാം ആണ്. 2 തരം എക്സാം നടത്താറുണ്ട് അല്ലേ. OMR എക്സാം നടത്താറുണ്ട്, ഓൺലൈൻ ആയിട്ട് നമ്മൾ സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇരുന്ന് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട എക്സാം നടത്താറുണ്ട്. അപ്പൊ ഇത് എന്താണ്, ഓൺലൈൻ എക്സാം ആയിട്ടാണ് വരുന്നത്. അതിൽ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ആശങ്കയുണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റുമോ, തെറ്റിപ്പോകുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷെ അതിന്റെ ഡെമോ ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം. എക്സാമിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PSC സൈറ്റിൽ ഇതിന്റെ ഡെമോ ഒക്കെ ഉണ്ട്. നമുക്കൊന്ന് അത്തരം ആശങ്കകൾ ഉള്ളവർക്കൊക്കെ ഇത് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. വേണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡെമോ ക്ലാസ് പോലെ ചെയ്യാം. കൺഫ്യൂഷൻ ഉള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അല്ലേ. ഓക്കെ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒറ്റക്ക് ചെയ്ത് നോക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ പഠനത്തിലേക്ക് എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഹോൾ ടിക്കറ്റ് വരുന്നത് 8-ാം തീയതി, ഏപ്രിൽ 8-ാം തീയതിയാണ് ഹോൾ ടിക്കറ്റ് വരുന്നത്. ഈ ഓൺലൈൻ എക്സാം ആകുമ്പോൾ തന്നെ 2 ബാച്ച് ആയിട്ടായിരിക്കും നടത്തുന്നത്. ബാച്ച് 1 നടക്കുന്നത് 8 മണി മുതൽ 11 മണി, രാവിലെ 8 മുതൽ 11 വരെയാണ്. സെക്കൻഡ് ബാച്ച് വരുന്നത് 10:45 മുതൽ 1:45 വരെയാണ്. അപ്പൊ അതൊക്കെ വിശദമായ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും. ആ ഡേറ്റും സംഭവവും ടൈമും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്തിട്ട് തന്നെ പോകണം കേട്ടോ. അവിടെ ചെന്നിട്ട് ഒരു ആശങ്കപ്പെടൽ ഇത്രയാണ് അങ്ങനെ ഒന്നും വരരുത്. കാരണം ടെൻഷൻ വന്നാൽ അതുവരെ പഠിച്ച ഭാഗങ്ങളൊക്കെ മറക്കാനും സാധ്യത. അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇനിയിപ്പോ ഈ ഒരു നമ്പർ കൂടി നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇവർക്ക് മുമ്പിലെത്തി, ഇത്രയും പോരാളി എന്റെ മുമ്പിലുണ്ട്, ഇവർക്ക് മുമ്പിൽ എത്താൻ പറ്റണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങൾ, അതിനുള്ള ആയുധം ആയുധം എന്ന് ഉദ്ദേശിക്കുന്നത് PSC തന്ന സിലബസും അല്ലാതെ ഒരു മത്സര പരീക്ഷ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ കൃത്യമായി പിന്നെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. നിങ്ങൾ സിലബസ് ഉണ്ട് എന്ന് ഉൾപ്പെടെ, പക്ഷെ ആ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് പഠിച്ച ഭാഗങ്ങളൊക്കെ നമുക്ക് റീകോൾ ചെയ്തെടുക്കാൻ സഹായിക്കുള്ളൂ. അക്ലോറയിൽ വീണ്ടും പറയുന്നു, ഡ്രോയിങ്ങിന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അധികം ഡിലേ ആകാതെ കാര്യങ്ങൾ സിലബസ് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അവിടെ വിഷൻ ക്ലാസിന്റെ ഇത് കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ഉപയോഗപ്പെടുത്തുക. അവിടെ നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സിലബസിന്റെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാകും, എക്സാംസ് ഉണ്ടാകും, അതുപോലെ ലൈവ് ഡിസ്കഷൻ നമുക്ക് വരുന്നുണ്ട്. ക്ലാസ്സുകളൊക്കെ ഏത് സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന റെക്കോർഡ് ടൈപ്പ് ക്ലാസ്സസ് ആണ് നമുക്കുള്ളത്. മോഡൽ OMR എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ കോഴ്സിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ താല്പര്യം ആളുകൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസും അതുപോലെ തന്നെ ഡ്രോയിങ്ങിന്റെ ക്വസ്റ്റ്യൻ PYQ സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും